ഡിയേഴ്സ്, വെൽക്കം. ഇനി നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാനുള്ളത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്? Accounting standards are written documents which states the aspects of recognition, measurement, treatment, presentation and disclosure of accounting transaction. അപ്പോൾ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസിൻ്റെ റെക്കഗ്നിഷൻ, അതിൻ്റെ മെഷർമെൻറ്റ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്ക്ലോഷർ, ഇതാണ് ഇതൊക്കെ പ്രതിപാദിക്കുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആണ് ആക്ച്വലി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ റെക്കഗ്നിഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മെഷർമെൻറ്റ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഓരോ ഐറ്റത്തെയും നമ്മൾ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെ പരിഗണിച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അതാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. പ്രസൻറ്റേഷൻ, അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെ ആയിരിക്കണം, അതെങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഡിസ്ക്ലോഷർ, അതിൻ്റെ വെളിപ്പെടുത്തൽ, ഈ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന സർട്ടൺ ഡോക്യുമെൻറ്റ്സിനെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ICAI. ഇന്ത്യയിലെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം സ്റ്റാൻഡേർഡ്സുകൾ ഇഷ്യൂ ചെയ്യുന്നത് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഓക്കെ. The objectives of accounting standards is to bring uniformity in different accounting policies. ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പോളിസികളിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക. ആൻഡ് ടു എൻഹാൻസ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസിൻ്റെ റിലയബിലിറ്റി വർദ്ധിപ്പിക്കുക. ആൻഡ് റിഡ്യൂസ് നോൺ കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ വ്യത്യസ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ നോൺ കമ്പാരബിലിറ്റി അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കമ്പാരിസൺ നടത്താൻ കഴിയില്ല. അപ്പോൾ കമ്പാരിസൺ നമുക്ക് ആവശ്യമാണ്. ഫേം ടു ഫേം ആൻഡ് ഓൾസോ 1 ഇയർ ടു അനദർ ഇയർ. ഒരു സ്ഥാപനത്തിലെ വ്യത്യസ്ത ഇയേഴ്സിൻ്റെ കമ്പാരിസൺ നടത്തണം, ഒരു സ്ഥാപനവും മറ്റൊരു സ്ഥാപനവുമായിട്ട് കമ്പാരിസൺ നടത്തണം. അപ്പോൾ ഇതൊക്കെ തന്നെ വർദ്ധിക്കണം. അതൊക്കെ വർദ്ധിക്കണമെങ്കിൽ ഈ വ്യത്യസ്ത രീതിയിലുള്ള പോളിസികൾ, വ്യത്യസ്ത രീതിയിലുള്ള പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്താൽ അത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഈ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നത്. ഓക്കെ. ബെനഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? ടു എലിമിനേറ്റ് വാരിയേഷൻസ് ഇൻ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്സ്. അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്സുകളിലൊക്കെ തന്നെ വ്യത്യസ്തത വരുന്നു കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യലാണ് ആക്ച്വലി ഈ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ബെനഫിറ്റ്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ജനറൽ പബ്ലിക്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ജനറൽ പബ്ലിക്കിനും ഒക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, റിട്ടൺ ഡോക്യുമെൻറ്റ്സുകളാണ്, അല്ലെങ്കിൽ പോളിസികളാണ്, അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ആ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആണ് ആർക്ക്? ജനറൽ പബ്ലിക്കിന്, ക്രെഡിറ്റേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കടമായിട്ട് ബിസിനസ് സംരംഭങ്ങൾക്ക് നൽകുന്നവർ. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. പിന്നെ മറ്റുള്ള പൊതു പബ്ലിക്കിനൊക്കെ തന്നെ യൂസ്ഫുൾ ആണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. It facilitates comparability between financial statements. വ്യത്യസ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വ്യത്യസ്ത ഡേറ്റുകളിലുള്ള, വ്യത്യസ്ത ഇയറിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇടയിൽ ഒരു കമ്പാരിസണൊക്കെ നടത്തണമെങ്കിൽ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തേ പറ്റൂ. ഇത് ഫോളോ ചെയ്യാത്തൊരു സ്ഥാപനത്തിൽ നമുക്കൊരു കമ്പാരിസൺ നടത്താൻ പറ്റില്ല. ആ കമ്പാരിസൺ നടത്തിയാൽ തന്നെ അതിന് റിസൾട്ട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ. GST എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? GST. അപ്പോൾ GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഗുഡ്സും സർവീസും കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ തന്നെ നമ്മൾ എന്ത് ചുമത്തുകയാണ്? ടാക്സ് ചുമത്തുകയാണ്. ഗവൺമെൻറ് ടാക്സ് ചുമത്താണ്. അതിനെയാണ് നമ്മൾ GST എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. It is levied at all stages right from manufacturing up to final consumption. അപ്പോൾ മാനുഫാക്ചറിങ് തുടങ്ങുക, എന്നിട്ട് ഫൈനലായിട്ട് കൺസ്യൂം ചെയ്യുക. അത്ര എന്തൊക്കെ സ്റ്റേജുകൾ വരുമോ? ഇറ്റ് ഈസ് ലെവീഡ് അറ്റ് ഓൾ സ്റ്റേജസ് റൈറ്റ് ഫ്രം മാനുഫാക്ചറിങ് അപ് ടു
ഫൈനൽ കൺസംഷൻ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, എന്നിട്ട് അത് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റേജുകളുണ്ട്, ആ സ്റ്റേജുകളിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്നു? ടാക്സ് ചാർജ് ചെയ്യുന്നു. അതായത് ഗവൺമെൻറ് ടാക്സ് ചാർജ് ചെയ്യുന്നു. It has three main components, namely CGST, Central Goods and Service Tax, SGST, State Goods Service Tax, and IGST, Integrated Goods and Service Tax, Services Tax. അതാണ് ഇതിലുള്ള 3 കോമ്പണൻസുകൾ. ഓക്കെ, ഇനി ടാക്സിനെ നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിലുള്ള ടാക്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടും ഡയറക്റ്റ് ടാക്സ് ആയിട്ടും. ഇൻഡയറക്റ്റ് ടാക്സിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? സെൻട്രലിലേക്കുള്ള ടാക്സ് ഉണ്ട്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ നൽകേണ്ട ടാക്സുകളുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ലെവി ചെയ്യുന്ന ടാക്സുകളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്നു. അതായത് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഡയറക്റ്റ് ടാക്സ് ഈ 2 തലങ്ങളിലായിട്ടാണ് ലെവി ചെയ്തത് അല്ലെങ്കിൽ കളക്ട് ചെയ്തത്. സർവീസ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. സർവീസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ടാക്സുകൾ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നു. എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്ത ഉടനെ തന്നെ ഒരു എൻ്റർപ്രൈസ് നൽകേണ്ട ടാക്സാണ് എക്സൈസ് ഡ്യൂട്ടി. ആൻഡ് ഓൾസോ CST, സെൻട്രൽ സെയിൽസ് ടാക്സ് ഈടാക്കിയിരുന്നു. കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടികൾ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ ഇത്തരം ടാക്സുകളൊക്കെ തന്നെ ഗവൺമെൻറ് സെൻട്രൽ തലത്തിൽ ഈടാക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് തലത്തിൽ വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ്, GSTൻ്റെ തൊട്ട് മുമ്പ് VAT, വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ആൻഡ് എൻട്രി ടാക്സ്, ഒക്ട്രോയ് ടാക്സ്, ഇതൊക്കെ തന്നെ ഈടാക്കിയിരുന്നു. ലക്ഷറി ടാക്സുകൾ ഈടാക്കിയിരുന്നു. അപ്പോൾ ഇത്തരം രീതികളായിരുന്നു നമ്മൾ അവലംബിച്ചിരുന്നത്. പക്ഷേ ഈ സെൻട്രലും സ്റ്റേറ്റിലും ഈടാക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സുകൾ, ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ഈ നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഇത്തരം ഇൻഡയറക്റ്റ് ടാക്സുകളെ മൊത്തം തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. അപ്പോൾ സെൻട്രലിലും സ്റ്റേറ്റിലും നമ്മൾ ഈടാക്കിയിരുന്ന സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, CST, കസ്റ്റംസ് ഡ്യൂട്ടി, വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ് ടാക്സ്, ലക്ഷറി ടാക്സ്, ഇതൊക്കെ തന്നെ റീപ്ലേസ് ചെയ്തു. അത് റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ചുമത്തുന്നത്? GST രീതിയിലാണ്. GST ആണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഇറ്റ് അബോളിഷസ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സസ്. ഒരുപാട് ടാക്സുകൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അത്തരം ടാക്സുകളൊക്കെ തന്നെ അബോളിഷ് ചെയ്തു, അതില്ലാതാക്കി. അപ്പം ഒരൊറ്റ ടാക്സ്, 1 ടാക്സ് എന്നൊരു കോൺസെപ്റ്റാണ് GST. 1 ടാക്സ്, 1 കൺട്രി, 1 ടാക്സ്. ഈ ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി GSTയിലുള്ളത്. ഇറ്റ് ഇൻക്രീസസ് റവന്യൂസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും റവന്യൂസ് ഇൻക്രീസ് ചെയ്യിക്കുകയാണ് ആക്ച്വലി GST ചെയ്യുന്നത്. ഇറ്റ് ഇൻക്രീസസ് എക്കണോമിക് എഫിഷ്യൻസി ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയാണ് GSTയിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇറ്റ് റിമൂവ്സ് കാസ്കാഡിംഗ് ഇഫക്റ്റ് ഓൺ ടാക്സസ്. നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കാസ്കാഡിംഗ് ഇഫക്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാക്സേഷനിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സുകളെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ.